മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാനുള്ള ആദ്യ ടൗൺഷിപ്പിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തറക്കല്ലിടും. കൽപ്പറ്റ നഗരത്തിനടുത്ത് സർക്കാർ ഏറ്റെടുത്ത എൽസ്റ്റൺ എസ്റ്റേറ്റ് ഭൂമിയിൽ വൈകിട്ട് 4 മണിക്കാണ് തറക്കല്ലിടൽ ചടങ്ങ്. ചടങ്ങിൽ റവന്യൂ മന്ത്രി കെ രാജൻ, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, പ്രിയങ്ക ഗാന്ധി MP ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും പങ്കെടുക്കും. മുബഷീർ പി. അക്ബർ ചേരുന്ന വിവരങ്ങളുമായി. മുബഷീർ, ഈ എൽസ്റ്റൺ എസ്റ്റേറ്റുമായി കുറച്ച് വിഷയങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴൊക്കെ എല്ലാം മാറിയെല്ലാം ശുഭമായി. ഇപ്പോൾ വൈകുന്നേരമാണല്ലേ ചടങ്ങ്? തീർച്ചയായും ചുരൽമല മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ട പുനരധിവാസത്തെ ചൊല്ലി ആ ഒരു മേഖലയിൽ വലിയ പ്രതിഷേധം ദുരന്തബാധിതർക്കിടയിൽ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് പുനരധിവാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി ഇന്ന് ഉദ്ഘാടനം നിർവഹിക്കപ്പെടാൻ പോകുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ഇതിന്റെ കല്ലിടൽ നിർവഹിക്കാൻ പോകുന്നത്. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. നമുക്കറിയാം 402ഓളം കുടുംബങ്ങൾക്ക് ഏകദേശം 60-ലധികം ഹെക്ടറിൽ വരുന്ന എസ്റ്റേറ്റ് ഭൂമിയിലാണ് വീടുകൾ നിർമ്മിക്കാൻ പോകുന്നത്. 7 സെന്റ് ഭൂമിയിലാണ് വീടുകൾ നിർമ്മിക്കാൻ പോകുന്നത്. എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ വീടായിരിക്കും നിർമ്മിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഒരു ടൗൺഷിപ്പ് രീതിയിലാണ് ഇത് ആവിഷ്കരിക്കാൻ പോകുന്നത് എന്നുള്ളത് നേരത്തെ തന്നെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. വീടിനോട് ചേർന്ന് ആരോഗ്യ കേന്ദ്രങ്ങൾ, വിദ്യാലയങ്ങൾ, അതുപോലെ തന്നെ ബാക്കിയുള്ള ടർഫുകൾ പോലെയുള്ള സംവിധാനങ്ങൾ, വായനശാലകൾ, ചെറിയ മാർക്കറ്റുകൾ പോലെയുള്ള ഇടങ്ങളൊക്കെ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതൊക്കെ തന്നെ രൂപീകരിച്ചുകൊണ്ടുള്ള ഒരു ടൗൺഷിപ്പ് പദ്ധതിയാണ് അവിടെ നടപ്പിലാക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ആദ്യം മാതൃക എന്നോണം ഒരു വീട് നിർമ്മിച്ചതിന് ശേഷം അത് ഈ പറയപ്പെടുന്ന ആളുകൾക്കുൾപ്പെടെ തുറന്നു കാണിച്ചു കൊടുക്കും. അതിൻ്റെ ഒരു ഗുണമേന്മയുൾപ്പെടെ പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷമായിരിക്കും ബാക്കിയുള്ള വീടുകൾ നിർമ്മിക്കുക എന്നുള്ളതാണ്. ഡിസംബറോടുകൂടി തന്നെ ഇതിൻ്റെ നിർമ്മാണം ഏറ്റെടുത്തിട്ടുള്ള ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി അതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുമെന്നുള്ളതാണ് സംസ്ഥാന സർക്കാരും പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരു ഭാഗത്തെ വലിയ പ്രതിഷേധം ഇതിനെ ചൊല്ലി നിലനിൽക്കുന്നത് നേരത്തെ നമ്മൾ കണ്ടതാണ്. ദുരന്തബാധിതർ തന്നെ പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങുന്ന സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. കഞ്ഞിയൊക്കെ തന്നെ വെച്ച് പ്രതിഷേധം അവർ നടത്തിയിരുന്നു. ദുരന്തവുമായി ബന്ധപ്പെട്ട പുനരധിവാസത്തിന്റെ പട്ടിക പ്രസിദ്ധീകരിച്ച ഘട്ടത്തിൽ അർഹതപ്പെട്ട ആളുകൾ തഴയപ്പെട്ടു എന്നുള്ളതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ആരോപണം. ദുരന്തം ഒരു തരത്തിൽ ബാധിക്കാത്ത ആളുകളെ ഉൾപ്പെടെ ആ നിലയിൽ പട്ടികയിൽ ഉൾപ്പെടുത്തി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ അവർ ശ്രമിച്ചു എന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ഉൾപ്പെടെ അവിടെ നിലനിന്നു. എന്തായാലും ഇന്ന് അതിൻ്റെ തറക്കല്ലിടൽ കർമ്മം നടക്കാൻ പോകുമ്പോൾ അത്തരത്തിലൊരു പ്രതിഷേധം ആ ഒരു മേഖലയിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. വയനാടിൻ്റെ ലോക്സഭാ MP കൂടിയായിട്ടുള്ള പ്രിയങ്ക ഗാന്ധിയും ഈ ഒരു പരിപാടിയിൽ ഇന്ന് പങ്കെടുക്കുന്നുണ്ട്. വൈകിട്ട് നടക്കുന്ന പരിപാടി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. റവന്യൂ മന്ത്രി കെ രാജൻ അധ്യക്ഷത വഹിക്കും. പ്രതിപക്ഷ ഉപനേതാവ് P.K. കുഞ്ഞാലിക്കുട്ടി, V.D. സതീശൻ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നിരയിലെ നേതാക്കളും പങ്കെടുക്കുമെന്നുള്ളതാണ്. മറ്റൊരു കൗതുകമുള്ള കാര്യം, പ്രതിപക്ഷം ഈ ഒരു വിഷയത്തിൽ വലിയ വിമർശനം ഭരണപക്ഷത്തിനെതിരെ ഉന്നയിക്കുന്നുണ്ട്. വിശേഷം പുനരധിവാസം ഇത്രയധികം വൈകാൻ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥനാൻ കാരണമെന്നുള്ളത് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് അടുപ്പിച്ച് ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തിയാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അത് വോട്ടിന് വേണ്ടിയുള്ള ഇടപെടലായി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് മാറുന്നു എന്നുള്ള ഒരു ആരോപണം ഒരു ഭാഗത്ത് പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ചടങ്ങിൽ പ്രതിപക്ഷത്തിന്റെ പങ്കാളിത്തവുമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഒരു ഭാഗത്ത് പ്രതിഷേധം ഉണ്ടാകുമോ എന്നുള്ളതും നോക്കി കാണേണ്ടതുണ്ട്. റോഷ്നി വെങ്കി. യെസ്, മുബഷീർ പി. അക്ബറാണ് വിവരങ്ങൾ നൽകിയത്.